വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോവയായ ദൈവത്തെ വെളിച്ചത്തോടെ ഭൂമിച്ച് പറഞ്ഞിരിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു എന്ന് സങ്കീർത്തനം 27:1 വായിക്കുന്നു. യെശയ്യാവ് പറയുന്നത്, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിനക്ക് തേജസ്സും ആകുന്നു. 60:19. അവൻ്റെ ദൈവം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു എന്ന് ഇയ്യോബ് പറയുന്നു 29:2. പഴയ നിയമം അവസാനിക്കുന്നത് ഒരു അനുഗ്രഹത്തെ ഓർപ്പിച്ചുകൊണ്ടാണ്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തികളോടുകൂടെ ഉദിക്കും. മലാഖി 4:2. നീതിസൂര്യൻ്റെ ഉദയത്തിനായി കാത്തിരുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാനായി യോഹന്നാൻ സ്നാപകൻ വന്നത്. തുടർന്ന് യോഹന്നാൻ 1:9 ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. അതായത് സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകത്തിലേക്ക് വന്ന യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യോഹന്നാൻ 8:12. ലോകത്തെ ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിടുവിപ്പാനാണ് യേശു വെളിച്ചമായി ഭൂമിയിൽ അവതരിച്ചത്. അതോടൊപ്പം യേശു ആകുന്ന വെളിച്ചത്തെ അനുഗമിക്കുന്നവർക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി പ്രകാശിക്കുവാനുള്ള അവകാശവും അവൻ നൽകി. പർവ്വത പ്രസംഗത്തിൽ അത് വ്യക്തമാക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. മത്തായി 5:14. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതായത് നാം ഓരോരുത്തരും ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവർ ആകണം. ഇരുട്ടിലെ പ്രവൃത്തിയിൽ കഴിയുന്നവരെ യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക്, അതായത് ആത്മീക പ്രകാശത്തിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകമെന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഭൗതിക നേട്ടങ്ങളിലും വളരെ മുന്നിലാണ്. എന്നാൽ അതോടൊപ്പം ധാർമ്മികവും ആധ്യാത്മികവുമായി ലോകം അന്ധകാരത്തിലും ആണ്. വിദ്വേഷവും പകയും വളർത്തുന്ന മത തീവ്രവാദികൾ ഇന്ന് ശക്തരാണ്. പരസ്പരം കയ്യേറ്റം ചെയ്തും കൊന്നും കൊലവിളിച്ചും അനേകർ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. രതിക്രീഡകൾക്ക് പ്രാമുഖ്യം നൽകുന്ന രാസലഹരി നിശാ പാർട്ടികൾ ഇന്ന് വാർത്തയായിരിക്കുന്നു. കോടികളുടെ ലഹരി വ്യാപാരമാണ് ഇന്ന് നടക്കുന്നത്. അന്ധകാര ശക്തികളുടെ പ്രവർത്തനം ഏറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ ആണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമുക്കെങ്ങനെ ലോകത്തിന് വെളിച്ചം നൽകുവാൻ കഴിയും? എഫേസ്യർ 5:9-10 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കർത്താവിൽ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. തൻ്റെ പ്രവൃത്തിയിൽ കൂടി ലോകത്തിന് വെളിച്ചമായി തീർന്ന ഒരു വൈദികനെ കുറിച്ച് 2020 ജനുവരിയിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: കയ്യേറ്റം ചെയ്ത ആളുടെ കാൽ കഴുകി മുത്തി വൈദികൻ. മാള തുമ്പശ്ശേരി സെൻറ്റ് മേരീസ് പള്ളി വികാരിയെ കയ്യേറ്റം ചെയ്തയാൾക്ക് പള്ളിക്കമ്മിറ്റി വിധിച്ചത് ഞായറാഴ്ച പൊതു കുർബാന മച്ചിയെ വികാരിയോട് മാപ്പ് പറയണം എന്നായിരുന്നു. ജനുവരി 26 അദ്ദേഹം മാപ്പ് പറയുവാനായി പള്ളിയിൽ വന്നു. കുർബാന മച്ചിയെ ഫാദർ നവീൻ ഊക്കൽ അദ്ദേഹത്തെ അൾത്താരയ്ക്ക് സമീപത്തേക്ക് ക്ഷണിച്ചു. തുടർന്ന് ഫാദർ നവീൻ പറഞ്ഞു, പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം വന്നല്ലോ, അത് മതി. എന്നിട്ട് അച്ഛൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുപോലെ അദ്ദേഹത്തിൻ്റെ കാൽ കഴുകി ചുംബിച്ചു. സഹോദര, എനിക്ക് അങ്ങയോട് യാതൊരു ദേഷ്യവുമില്ല. വിശ്വാസികൾ ഞെട്ടിത്തരിച്ചു നിന്നു. അവരുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ ഒഴുകി. ചിലർ പൊട്ടിക്കരഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ കൂടി വിശ്വാസികൾക്ക് വെളിച്ചമായി തീർന്ന പുരോഹിതൻ. 1 യോഹന്നാൻ 2:10-11 പറയുന്നത്,
സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുന്നു. നീതിക്കും സത്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് സഹോദരവർഗത്തോട് ഇടപെടുന്നതാണ് വെളിച്ചത്തിൽ വസിക്കുന്നതിൻ്റെ പ്രായോഗിക വശം. കർത്താവ് പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16 നല്ല പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിൽ വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവെ, ഇരുട്ടിൽ പ്രകാശിക്കുന്ന കൈത്തിരിയായി ശോഭിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.